ഹലോ കൂട്ടുകാരെ, നമ്മളപ്പോൾ അതേ നമ്മുടെ ഇടുക്കിയിലായിട്ടാണ്. ഇവിടെ നിൽക്കുവാണ്. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇടുക്കിയിലെ കാഴ്ചകളാണ് കൂടുതൽ കാണിച്ചിരുന്നത്. അപ്പോൾ ഇടുക്കിയിലെ ഇന്നുള്ള കാണാൻ പോകുന്നതും ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഇടുക്കിയിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഇടുക്കിയിലെ മഴയുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളീ കാണുന്നത് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമാണേ. അപ്പോൾ തൊട്ട് താഴെയുള്ളൊരു ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഡാമിൻ്റെ ഒരു നല്ല കാഴ്ച കാണുവാൻ സാധിക്കും. മുമ്പേ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല മഴയായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇന്ന് മഴയിൽ കുതിർത്ത വീഡിയോ ആണ്. മഴയാണെങ്കിലും നമുക്കെല്ലാ കാഴ്ചകളും ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് എല്ലാം മഴയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടവർ അത് സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദിയുണ്ട്. ഇതും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ നമുക്കിന്ന് കാണാം. അപ്പോൾ മഴയാണ് എങ്കിലും എനിക്ക് കഴിയുന്ന പോലെ ഞാൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ആർച്ച് ഡാമിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. തൊട്ടപ്പുറത്തൂടെ നമുക്ക് അവിടെ വരെ പോവാം. പക്ഷേ അത് വഴിയുണ്ട്, പക്ഷേ അങ്ങോട്ട് നമുക്ക് അലൗഡല്ല. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. ഈ ഗ്രൗണ്ട് ഇടുക്കി വോളിബോൾ അക്കാഡമിയുടെ ഗ്രൗണ്ടാണ്. മരിയാപുരം ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ എൻ്റെ താഴെയായിട്ടാണ് ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇടുക്കി എക്കോ ലോഡ്ജിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആ മല കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം 4,000 തൊട്ടും കണ്ടാണ് ഇവിടെ റൂമുകളുടെ റേറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പാർക്ക് കൂടെ കാണാൻ സാധിക്കും. ഇടുക്കി ഡാം പാർക്ക് കൂടെ കാണാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലും മഴ പെയ്തതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇരിക്കാനും കുട്ടികൾക്ക് ഇരിക്കാനും കളിക്കാനും ഒക്കെ സ്പേസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനും അതുപോലെ തന്നെ ചാർജ് ചെയ്യാനുള്ള സ്പേസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇല്ല. പിന്നെ കുറച്ച് എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അത് പൂർണ്ണമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മഴയായപ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറുതോണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതോണിക്ക് പോകുന്ന വഴി നമ്മളിവിടെ നിന്ന് നിർത്തിയതാണ്. നമ്മുടെ ഒരു സ്ഥലമായിട്ട് വലിയ മലനിരകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെരിയാർ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒഴുകുന്നുണ്ട്. ഒഴുകാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഇല്ല, കാരണം നമ്മുടെ ഡാം തുറക്കുന്ന സമയത്താണ് ഇതിലേക്കൂടെ കുത്തി ഒലിച്ച് വെള്ളം പോകുന്നത്. നമുക്കറിയാം, പ്രളയകാലത്തൊക്കെ ഡാം തുറന്നു വിട്ട സമയത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടം അനുഭവിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ ചെറുതോണി ഭാഗങ്ങൾ. ഇതിലേക്കൂടാണ് ആദ്യം വെള്ളം കുത്തി ഒലിച്ച് പോകുന്നത്. ഒന്നും കൂടെ ചെറുതായിട്ട് നമ്മുടെ പെരിയാർ കാണുവാൻ സാധിക്കും. ഇതിൽ അത്യാവശ്യം നല്ല മഴയായിപ്പോയി. ഞാനെന്തായാലും ഈ റെയിൻകോട്ടും അതുപോലെ തന്നെ കുടയും ഒക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്കൊന്നും എന്തോ കാര്യമൊന്നും. നമ്മുടെ മൊബൈലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊബൈൽ നനയടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കുട പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത്. മണി എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴ ഏതാണ്ട് നല്ല കൂടിയിട്ടുണ്ട്, നല്ല മഴയായി.
അപ്പോൾ ഇടുക്കിയിലെ മഴ പെയ്യുന്ന കാഴ്ചയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ചെറുതോണിയിലെ കുറച്ച് കാഴ്ചകളൂടെ നമുക്ക് കാണാമേ. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതോണി ടൗണിൽ എത്തിയിട്ടുണ്ടേ. നമ്മൾ വണ്ടി എന്തെങ്കിലും താഴോട്ട് മാറ്റി വെച്ചിട്ട് നടക്കുവാണ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, കോടയും ഇറങ്ങിയിട്ടുണ്ട്. ഈ മഴയത്ത് ഇങ്ങനെ നടക്കാൻ നല്ല ഫീലാണ്. അപ്പോൾ നമ്മളീ കാണുന്നതാണ് നമ്മുടെ ചെറുതോണി പുതിയ പാലം. നമുക്കറിയാം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ഒരു പുതിയ പാലം വരുന്നത്. പഴയ പാലത്തേക്കൂടെ പണ്ട് നമ്മുടെ പ്രളയ സമയത്തൊക്കെ നമ്മുടെ സുരക്ഷാ സേനാംഗങ്ങൾ ഒരു കുട്ടിയൊക്കെ കൊണ്ട് ഓടുന്നൊരു ചിത്രമൊക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അത്ര പാടായിരുന്നു വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതിലേക്കൂടെയുള്ള യാത്ര. ഇനിയിപ്പോൾ കാലം മാറി നമ്മുടെ പുതിയ പാലത്തേക്കൂടാണ് പോകുന്നത്. അതിൻ്റെ ഒരു നടപ്പാതയാണ്. രണ്ട് സൈഡിലും ഇതുപോലെ നമുക്ക് നടന്ന് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ സോളാറൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് അതിൽ കറണ്ട് പാലത്തിലേക്ക് കറണ്ട് ലൈറ്റ് സംവിധാനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് പഴയ നമ്മുടെ പാലം കാണുവാൻ സാധിക്കും. അപ്പോൾ പഴയ പാലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലെജൻഡാണ്. നമുക്കറിയാം എത്ര വർഷമായിട്ട്, അതായത് ഇടുക്കി ഡാമിനോളം തന്നെയൊക്കെ പഴക്കമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പഴയ പാലത്തിൽ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പുതിയ പാലവും തൊട്ട് വല സൈഡിൽ കാണുന്നത് നമ്മുടെ പഴയ ചെറുതോണി പാലവുമാണ്. ഒരുപാട് പ്രളയങ്ങളെ അതിജീവിച്ച, ഒരുപാട് കാലഘട്ടങ്ങളെ കണ്ട ചെറുതോണി പഴയ പാലമാണ് കാണുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത്, നമ്മൾ നിൽക്കുന്നത് വലിയ പാലവുമാണ്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ചെറുതോണി ഡാമിലെ ഫുൾ ഷട്ടറുകൾ ഉയർത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന കെട്ടിടങ്ങളില്ലേ, ആ കെട്ടിടങ്ങളുടെ ഹൈറ്റ് വരെ വെള്ളം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ മഴ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളതിന് കുറച്ച് നേരമൊക്കെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ശരിക്കും മഴക്കാഴ്ചകളാണ്. ഇടുക്കിയിലെ മഴക്കാഴ്ചകളായിപ്പോയി നമ്മുടെ ഇന്നത്തെ വീഡിയോ. പക്ഷേ അത് വേറൊരു ഫീലാണ് കേട്ടോ. മഴയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വേറൊരു ഫീലും കൂടാണ് നമുക്ക്. മഴയത്തുള്ള കാഴ്ചകൾ വേറെ, അല്ലാത്തപ്പോഴുള്ള കാഴ്ചകൾ വേറെ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്തായാലും പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. മഴ ആയതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മഴക്കാഴ്ചകൾ എന്തെങ്കിലും നല്ല ഭംഗിയുള്ളൊരു കാര്യമല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ ചെറുതോണി ടൗണിൻ്റെ ഒരു ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെയൊക്കെ പണ്ട് വെള്ളപ്പൊക്ക സമയത്ത് കുറേയേറെ വെള്ളം കയറി നശിച്ചു പോയിരുന്നു. എന്തായാലും ആ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് നമ്മുടെ പുതിയ പാലം ഇവിടെ കാണുവാൻ സാധിക്കും. ഒരു പഴയ പാലവും ഇവിടെ നമുക്ക് കാണാം. നമ്മളപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വഴി കൂടെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിദ്യാധിരാജ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അവിടെ നിന്നാൽ നല്ല വീഡിയോ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ചെറുതോണി ഡാമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഡാമിൻ്റെ ഭംഗി ലഭിക്കുന്നത് ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിരിക്കുമെന്ന്. ഞാൻ മുന്നോട്ട് പോയി നോക്കി നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. നമ്മളിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് വെള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കൊലുമ്പൻ്റെ ഒരു സമാധിയും സ്മാരകവും ഒക്കെ ഉള്ളത്. ഈ കാണുന്നതാണ് ചെമ്പൻ കൊലുമ്പൻ്റെ ഒരു സമാധി. തൊട്ടപ്പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുമുണ്ട്. നമുക്കറിയാം ഇടുക്കി ഡാമിൻ്റെ ഉത്ഭവത്തിന് കാരണം അദ്ദേഹമാണ്. നമ്മുടെ കുറത്തി മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാറിനെ കാട്ടിക്കൊടുത്തത് നമ്മുടെ കൊലുമ്പനാണ്. അങ്ങനെയാണ് നമ്മളീ കാണുന്ന പിന്നീട് ഇടുക്കി ഡാമിനും നമ്മുടെ ഒരു ജലാശയത്തിനുമൊക്കെ ഒരു തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ നമുക്കിവിടെ ഉണ്ട്. അതിപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണുള്ളത്. ഈ കാണുന്നതാണ് കൊലുമ്പൻ്റെ ഒരു പ്രതിമ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇടുക്കി ഡാമിലേക്കുള്ള എൻട്രൻസ് നമുക്ക് ടിക്കറ്റൊക്കെ ലഭിക്കുന്നത്. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം മഴ കാരണം നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. മൊബൈലൊക്കെ വെള്ളം കയറുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എനിക്കറിയാം. നമ്മൾ മഴയില്ലാത്ത ദിവസം വന്നിട്ട് കുറേയേറെ കാഴ്ചകൾ എടുക്കണം. എന്തായാലും മഴയുടെ കാഴ്ചകൾ മറ്റൊരു ഫീലാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.